എല്ലാവർക്കും മൂവി ടൈം ഹൗസിന്റെ നമസ്കാരം. പുതുമയുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങൾ കാണാനും ആസ്വദിക്കാനും താൽപ്പര്യമുള്ള പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ദൃഢം. ജീത്തു ജോസഫ് എന്ന് കേൾക്കുമ്പോൾ ത്രില്ലർ എന്നായിരിക്കും ഓരോ സിനിമാ പ്രേമിയും മനസ്സിൽ ഉരുവിടുന്ന വാക്ക് അല്ലെങ്കിൽ ജോണർ. അതുകൊണ്ടുതന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ദൃഢം എന്ന ചിത്രത്തിനെയും പ്രേക്ഷകർ അല്പം ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരുന്നതും. ആ കാത്തിരിപ്പ് വെറുതെയായില്ല എന്ന് വേണം കരുതാൻ. ജോമോൻ ജോൺ, ലിൻഡോ ദേവസ്യ എന്നിവരുടെ തിരക്കഥയിൽ മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മൂവിയാണ് ദൃഢം. ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായാണ്. E4 എക്സ്പെരിമെന്റ്സ്, ജീത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് ദൃഢം നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു ആൽനാടൻ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് SI ആയി എത്തുകയാണ് വിജയ് രാധാകൃഷ്ണൻ. പോലീസിൽ ജോയിൻ ചെയ്ത് വിജയ്ക്ക് ആദ്യം കിട്ടുന്ന പോസ്റ്റിംഗ് ഇവിടേക്കാണ്. അതുകൊണ്ട് ആ സ്റ്റേഷനിലെ ഏറ്റവും അനുഭവസമ്പത്ത് കുറഞ്ഞയാളെന്നും പറയാം. പൊതുവെ ശാന്തമായി കിടന്നിരുന്ന സ്റ്റേഷൻ പരിധിയിൽ വിജയിന്റെ വരവിന് പിന്നാലെ തുടരെ കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്നു. അതിലൊരു കൊലപാതകവും ധനകാര്യ സ്ഥാപനത്തിലെ മോഷണവും ഉൾപ്പെടുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നിലെ രഹസ്യം തേടി വിജയ് നടത്തുന്ന അന്വേഷണങ്ങളാണ് ചിത്രം പിന്നീട് പറയുന്നത്. സ്ഥിരം കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ആദ്യം ഒരു സംഭവം നടക്കുന്നു, ഇതാദ്യം ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നു, ശേഷം യഥാർത്ഥ നായകൻ കേസ് അന്വേഷിച്ച് വിജയകരമായ പരിസമാപ്തിയിൽ എത്തിക്കുന്നു എന്ന പാറ്റേണിൽ നിർമ്മിച്ച ചിത്രമല്ല ദൃഢം. സർവീസിൽ തികച്ചും പുതുമുഖമായ ഒരു യുവ പോലീസ് ഉദ്യോഗസ്ഥൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടാണ് തന്റെ ആദ്യത്തെ കേസ് തെളിയിക്കുന്നത് എന്നാണ് ചിത്രം കാട്ടിത്തരുന്നത്. ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ മാറ്റി വേറൊരാളെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന ക്ലീഷേ ദൃഢത്തിൽ കാണാനാവില്ല. മാത്രമല്ല, കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ സഹപ്രവർത്തകർ പാടിപ്പുകഴ്ത്തുന്നതും അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഈഗോ ക്ലാഷും ഇവിടെ കാണാനില്ല എന്നത് ശ്രദ്ധേയമാണ്. ആദ്യ ഫ്രീ മുതൽ സിനിമ കഥയിലേക്ക് കടക്കുന്നുണ്ട്. നായകനായ യുവ പോലീസ് ഉദ്യോഗസ്ഥന്റെയും അയാളുടെ സഹപ്രവർത്തകരുടെയും ലോകം എന്താണെന്ന് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഉറപ്പിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കുറ്റകൃത്യം നടന്ന ശേഷം അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുന്ന സിനിമയല്ല ദൃഢം. പ്രധാന സംഭവങ്ങളിലേക്ക് പോകുന്നതോടൊപ്പം അത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന മറ്റു ചില കേസുകളിലേക്കും ചിത്രം പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. പ്രധാന പ്ലോട്ടിന്റെ പിരിമുറുക്കം ഒട്ടും കുറയാതെയാണ് ഈ ഉപകഥകൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. SI വിജയ് രാധാകൃഷ്ണനായി എത്തിയിരിക്കുന്നത് ഷെയ്ൻ നിഗമാണ്. തന്റെ 2 മുൻ പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് അദ്ദേഹം SI വിജയ് രാധാകൃഷ്ണനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സർവീസിൽ കയറി അധികകാലമാകും മുൻപ് തന്നെ വലിയ ഉത്തരവാദിത്തം തലയിലെടുക്കേണ്ടി വന്ന എല്ലാ ടെൻഷനും ഈ കഥാപാത്രത്തിനുണ്ട്. പുതിയ വെല്ലുവിളികൾ കൺമുന്നിൽ കാണുമ്പോൾ ഹീറോയിക്കാകുന്നതിനു പകരം തളരുകയും നിസ്സഹായനാകുകയും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തികച്ചും സാധാരണക്കാരനാണ് വിജയ്. ഈ കഥാപാത്രം ഷെയ്ൻ നിഗത്തിൽ ഭദ്രമായിരുന്നു. ശോഭി തിലകൻ, ദിനേശ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, കോട്ടയം രമേശ്, വിനോദ് ബോസ്, അഭിരാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, മാത്യു വർഗീസ്, ജോജി കെ ജോൺ, ബ്രിട്ടോ ഡേവിഡ്, അഭിഷേക് രവീന്ദ്രൻ, സാനിയ ഫാത്തിമ, കൃഷ്ണപ്രഭ എന്നിവരും അവരവരുടെ കഥാപാത്രങ്ങളെ ഭംഗിയാക്കി. PN ഉണ്ണികൃഷ്ണന്റെ ഛായാഗ്രഹണവും ശ്രീരാഗ് സജിയുടെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് മുതൽക്കൂട്ടാണ്. പുതുമയുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങൾ കാണാനും ആസ്വദിക്കാനും താൽപ്പര്യമുള്ള പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ദൃഢം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവിൽ കാണാം.